أسمو وأجتاز السماء ജാമിയ കോൺവക്കേഷൻ 3.0 أزيد أسراب الغيوم ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ. വിജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കൊതിക്കുന്ന വിദ്യാർത്ഥിത്വം, സത്യത്തിൻ്റെ ദീപശിഖയേന്തി ലോകത്തിൻ്റെ ഇരുട്ടകറ്റാൻ വെമ്പുന്ന യുവത്വം. ഇവിടെ ഈ താഴ്വരയിൽ ഒരു പുതിയ ചരിത്രം പിറവിയെടുക്കുകയാണ്. അതെ, അക്ഷരാർത്ഥത്തിൽ അറിവിൻ്റെയും ആത്മീയതയുടെയും വിളക്കുമാടം വാദി അൽ ഹിക്മ. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. ഏറെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുമാണ് ഞങ്ങളിവിടെ എത്തിയത്. ജാമിയ അൽ ഹിന്ദ് എന്ന ഈ സ്ഥാപനം ഞങ്ങൾക്ക് വെറും ഒരു കലാലയം മാത്രമല്ല. ഇവിടെയെല്ലാം അനുഭവങ്ങളാണ്. കിതാബുകളിലെ അക്ഷരങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ പൊരുളാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വായിച്ചെടുത്തത്. إليه وأستفيض جلاء وأراقب الرحمن جل جلاله. കേരള മുസ്ലിങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ വളരെ പിന്നാക്കമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അവരെ സാമൂഹിക, സാംസ്കാരിക, മത രംഗത്തേക്ക്, രാഷ്ട്രീയ രംഗം വരെയുള്ള മേഖലകളിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവന്നത് നവോത്ഥാന നായകന്മാരായിരുന്നു. ആ നവോത്ഥാന പ്രവർത്തനങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ എന്ന ഈ സ്ഥാപനം ഉദ്ദേശിക്കുന്നത്. In an age of global chaos, where truth is often blurred and values are uprooted, we face a world of intellectual anomalies. To navigate this, we don't just need information. We need divinity to defend the soul. قيم العظيمة جدولا نسقي الحياة. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ ലോകത്താണ് നാം ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ലോകക്രമത്തെ തന്നെ മാറ്റം മറിച്ചിരിക്കുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ മൂല്യങ്ങളെ അടിയറവ് വെക്കാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾക്കിടയിൽ എങ്ങനെ മൂല്യങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കാം എന്നതാണ് ജാമ്യയിലെ ഓരോ വിദ്യാർത്ഥിയും തിരിച്ചറിയേണ്ടത്. لا تسأل المقدام عن سبل العلا ستراه طيرا بالعزيمة. അൽ ഉമ്മു മദ്രസത്തുൻ, ഉമ്മയാണ് പള്ളിക്കൂടം എന്നതാണല്ലോ നമ്മൾ പറയാറുള്ളത്. ഏറ്റവും നല്ല കുടുംബിനികളെയും നല്ല പണ്ഡിതകളെയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ അതിൻ്റെ വനിതാ ക്യാമ്പസ് സ്ഥാപിച്ചിട്ടുള്ളത്. മാതൃകാപരമായി കഴിഞ്ഞ 4 വർഷങ്ങളായി സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രതീക്ഷ നൽകുന്ന രൂപത്തിലുള്ള മക്കളാണ് അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ആ സ്ഥാപനത്തിലേക്ക് പെൺകുട്ടികൾ കടന്നു വരേണ്ടതുണ്ട്. അതിലൂടെ ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജാമിയയുടെ ഓരോ ചുവടുവെപ്പും വലിയ മാറ്റങ്ങളുടെ തുടക്കമായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് നട്ട വിത്തുകൾ ഇന്ന് സമൂഹത്തിന് തണലേകുന്ന തണൽമരങ്ങളായി മാറിയിരിക്കുന്നു. ഷിർക്കും ബിദ്അത്തും നിറഞ്ഞ വഴികളിൽ തൗഹീദിൻ്റെ, സുന്നത്തിൻ്റെ, അറിവിൻ്റെ വെളിച്ചം വിതറി ജാമിയ അതിൻ്റെ യാത്ര തുടരുകയാണ്. അറിവിനെ സ്വപ്നം കാണുന്ന, അറിവ് കൊതിക്കുന്ന, കിതാബുമായി ചേർന്നിരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ നന്മ നിറഞ്ഞ ക്യാമ്പസ്. കേരള ചരിത്രത്തിലെ ഒരു പുതിയ നവോത്ഥാനത്തിൻ്റെ തുടക്കമാണ് ജാമിയ. സ്കൂൾ ഓഫ് ഖുർആൻ മുതൽ അത്തദാറുക്ക് വരെ, കൊച്ചു കുരുന്നുകൾ മുതൽ മുതിർന്ന പഠിതാക്കൾ വരെ ജാമിയയുടെ വിജ്ഞാന ശൃംഖലയിൽ കണ്ടുചേരുന്നു. ഒരു പതിറ്റാണ്ട് കൊണ്ട് നാം താണ്ടിയത് വിസ്മയകരമായ നാഴികക്കല്ലുകളാണ്. അൽഹംദുലില്ലാഹ്. जब उम्मत फिक्री इंतिशार, गुमराही और आलूदा माहौल में भटकने लगे, अहले इल्म पर लाजिम है कि वो सिराते मुस्तकीम की रोशनी बिखेरे, हक को वाज़ेह करे और बातिल की निशानदेही करके उम्मत को राह सवाब पर लाए. जामिया अल हिंद अल इस्लामिया इसी अजीम मकसद के लिए कायम एक मातबर इल्मी इदारा है. अल्हम्दुलिल्लाह इसके तलबा ने इल्म और दीन की इशाअत और खिदमत में नुमाया और काबिल फख्र किरदार अदा किया है. വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് അതിശീഘ്രം ഓടിപ്പായുന്ന ലോകമാണിത്.
ഈ വേഗതയ്ക്കിടയിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ ജീവിതം തന്നെ വഴിമാറിപ്പോയേക്കാം. ആദർശത്തിന്റെ തെളിമയിൽ ദിശാബോധത്തോടെ സഞ്ചരിക്കാൻ ജാമിയ ഈ വിദ്യാർത്ഥികളെയും അവരിലൂടെ സമൂഹത്തെയും പ്രാപ്തമാക്കുകയാണ്. ഈ യാത്രകൾ കേവലം അറിവന്വേഷിച്ചുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഒരു വലിയ മഹാലക്ഷ്യത്തിലേക്ക്. ആധുനിക സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയിൽ ഒന്നാണ് വൈജ്ഞാനികമായ വ്യതിയാനം. ഇതിന് ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗമാണ് നമ്മുടെ മുൻഗാമികൾ സലഫുകൾ ഏതൊരു മാർഗം സ്വീകരിച്ചോ ആ മാർഗത്തിലൂടെ തന്നെ ചലിച്ചു കഴിഞ്ഞാൽ വ്യതിയാനങ്ങളിൽ നിന്ന് സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതാണ്. ജാമിയയിൽ അതിനെതിരായി വരുന്ന ഹദീസ് നിഷേധികളാണെങ്കിലും സൂഫികളാണെങ്കിലും ഷിർക്കിൻ്റെ വക്താക്കളാണെങ്കിലും ആർക്കെതിരെയാണെങ്കിലും മൻഹജു സലഫ് മുറുകെ പിടിച്ചുകൊണ്ട് അവരെ വൈജ്ഞാനികമായി നേരിടാനുള്ള കരുത്തുറ്റ ഒരു നിരയാണ് ജാമിയുടെ സന്താന പരമ്പരകൾ എന്നത്. വർത്തമാനകാലത്തിന്റെ ജാലക തിരശീലകളിലൂടെ നോക്കുമ്പോൾ നാളെയുടെ നിർണായക വഴിത്തിരിവുകളിൽ ദൈവിക ബോധവും മതപ്രമാണങ്ങളും നന്മയും കൈമുതലാക്കി സമൂഹത്തെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ഈ വിദ്യാർത്ഥിത്വം എന്തുകൊണ്ടും സജ്ജമാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിലും സഹായങ്ങളിലും ഈ ജ്ഞാനഗേഹം ഇനിയുമുണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുന്നു.